രസമുണ്ടോ പൊന്നു? ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു കിടുക്കാച്ചി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരു ഷെയ്ക്കൊക്കെ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിലും കിടുക്കാച്ചിയായിട്ട് ചക്കക്കുരു കുൽഫിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 7-8 വിസിലടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. നമുക്ക് കൈവച്ച് നോക്കുമ്പോൾ തന്നെ ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കുറച്ച് തരി ഇല്ല രീതിയിൽ തന്നെ നിങ്ങൾ അടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നിങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10-12 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അഥവാ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഈ ഏലക്കയ്ക്ക് പകരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്കിപ്പോൾ. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അളവിൻ്റെ പകുതി അളവാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വറ്റിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നിങ്ങൾക്ക് കുറുക്കിയെടുക്കാൻ പറ്റും. ഈ സമയം നമുക്ക് ഇതിലിട്ടിരിക്കുന്ന ഏലക്ക ഒന്ന് മാറ്റി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത് മാറ്റിയിട്ട് വേണം നിങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ഇപ്പോൾ ഇവിടെ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പത വരുന്ന രീതിയിൽ നിങ്ങൾ അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കുൽഫി മൗൾഡും പിന്നെ ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ്സും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുൽഫിയുടെ മൗൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ഏത് ഗ്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലൂടെ അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് കൊടുക്കണം. ഇതിന് മുകളിലൂടെ നമുക്ക് ഇനി ഈ സ്പൂണ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 8-9 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ 9 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം സമയം എടുക്കും കട്ടയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇതിൽ നിന്ന് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗ്ലാസ് ഇതുപോലെ ചൂടായി കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടും. അതല്ലാതെ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ എടുക്കാൻ നോക്കിയാൽ നിങ്ങൾക്കിത് ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു കുൽഫിയാണ്.